ഞാൻ ആകെ ഒരു 5 മിനിറ്റ് സംസാരിക്കുക. എന്താ കാരണം എന്ന് വെച്ചാൽ ഉബൈദ് സാഹിബിനോട് ഞാൻ പറയായിരുന്നു, നിങ്ങൾ രണ്ടുപേരും കഴിയുന്നത്ര വിശദമായിട്ട് കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പ് പറയണം. കാരണം എന്ന് വെച്ചാൽ ഇവരും ഇപ്പോൾ അവസാനമായിട്ട് ചെയർമാൻ ഇവിടെ നന്ദി പറഞ്ഞ ആളുകളുടെ ലിസ്റ്റിലുള്ളവരും എല്ലാം കൂടി ചെയ്ത ഒരു വർക്കാണ്. അതിൻ്റെ മുഴുവനും അഭിമാനവും അത് ശിരസിലേറ്റേണ്ടത് ഒരു വലിയ അംഗീകാരമായി ജനങ്ങളുടെ മുമ്പിൽ അത് അവതരിപ്പിക്കേണ്ടത് നിങ്ങൾ ചെയ്ത ഒരു ജോലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനമാണ്. ഇവയും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഞാനൊരുപാട് കാലമായിട്ട് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സംഗതിയായിട്ട് നടക്കുന്ന ഒരാളാണ്. എൻ്റെ ജീവിതത്തിൽ ഇത്രയധികം ജനങ്ങൾ ഒരുമിച്ച് കൂടിയ ഒരു സംഭവം വേറെ ഉണ്ടായി. ഞാൻ ആ പൂർണ്ണ വഴി തന്നെ അത്ഭുതപ്പെടുകയായിരുന്നു. അത് കാണിക്കുന്നത് എന്താണ്? അത് കാണിക്കുന്നത് ഇവിടെ പറഞ്ഞതുപോലെ നന്മയുടെ ഒരു സംഗതിയാണ്. ഞാൻ പ്രത്യേകമായും അഭിനന്ദിക്കുകയാണ്. ഇവിടെ ഇതിൻ്റെ ചരിത്രം ഞാനിപ്പോൾ അവിടെ ഇരുന്നിട്ട് ശരിക്കും കാണാപ്പാഠം പഠിക്കുന്ന പോലെ പഠിക്കുകയായിരുന്നു. ഒന്നാമത്തെ കെട്ടിടം വന്ന സംഗതി അത് ഒഴിഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ ഉടമസ്ഥൻ തന്നെ ഇത് വാങ്ങാനുള്ള പൈസ കൊടുത്ത കാര്യം, ഓരോ ഘട്ടത്തിലും വന്നിട്ടുള്ള വ്യതിയാനങ്ങൾ എന്തിനാണ് ഞാനിതൊക്കെ നോട്ട് ചെയ്ത് വെച്ചതെന്നറിയോ? എല്ലായിടത്തും പോയിട്ട് ഈ വിവരം എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി. ബെസ്റ്റ് മലപ്പുറം മോഡൽ എന്നുള്ള സംഗതി എല്ലാവരും അറിയട്ടെ. അത് വലിയ പ്രോത്സാഹനമായിരിക്കും. കന്നഡ പത്രത്തിൽ വന്നു മാത്രമല്ല, ഇത്ര നല്ലൊരു കാര്യം. ഗവൺമെൻറ് സ്കൂളുകൾ ഇതിലെ ഇപ്പോൾ AC-യുടെ സംഗതി പറഞ്ഞു. ഈ പ്രൈവറ്റ് സ്കൂളിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഈ പ്രൈവറ്റ് സ്കൂളിൽ ബസ് വരുന്നുണ്ട്, കുട്ടികളെ കൊണ്ടുവന്നുണ്ട്, ഇതൊക്കെ ഉണ്ട്. എന്നുള്ളൊരു ഗവൺമെൻറ് സ്കൂൾ, ആ ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികളും ആ ഐശ്വര്യങ്ങളൊക്കെ നോക്കി നെടുവീർപ്പെടാറുണ്ട്. അവരുടെ മുമ്പിൽ അവിശ്വസനീയമായ, ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഇതൊക്കെ കാണാൻ കഴിയുമല്ലോ എന്നുള്ള ചിന്താഗതി ഉണ്ടായത് രക്ഷിതാക്കൾക്ക് ഏറ്റവും വലിയ സമാശ്വാസമാണ് ഇതിലൂടെ നൽകിയിട്ടുള്ളത്. ഇങ്ങനെയാവണം ഭരണകൂടം. ഇതിൻ്റെ ഒരുപാട് വർക്കുകൾ, അതിൻ്റെ ഉദ്ഘാടനത്തിന് എന്നെ വിളിക്കാറുണ്ട്, MLA വിളിക്കാറുണ്ട്, ചെയർമാൻ വിളിക്കാറുണ്ട്. എല്ലാത്തിനും വരുന്നതിൻ്റെ കാരണം എല്ലാ സംഗതിയിലും ഒരു നന്മയുണ്ട്, ഒരു പ്രാർത്ഥനയുണ്ട്. ഇംഗ്ലീഷിൽ ഒരു പ്രയോഗമുണ്ട്, വർക്ക് ഈസ് വർഷിപ്പ്. തൊഴിൽ ആരാധനയാണ്. തൊഴിൽ ആരാധനയാണെന്ന് തങ്ങൾക്ക് കിട്ടിയ പൊളിറ്റിക്കൽ പവറിലൂടെ അസന്നിഗ്ധമായി തെളിയിച്ച ഇതിൻ്റെ സാരഥികളെ പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് ചെയർമാനെയും അതുപോലെ തന്നെ മെമ്പറേയും അതുപോലെ തന്നെ എല്ലാറ്റിലും ഉപരി നമ്മുടെ MLA-യും നാട്ടുകാരെയും ഓരോ പരമാണുവിലും ഇടപെട്ട് ഏറ്റവും വലിയ സേവനം ചെയ്ത മുഴുവനും ആളുകളെയും ഹൃദയംഗമായിട്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഉദ്ഘാടന പ്രസംഗം നിർത്തുകയാണ്. ഈ സ്ഥാപനം സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.